إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 11-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. മൂസ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തന്നെയാണ്. ഫലമ്മ ആതാഹ, അദ്ദേഹം അതിനോട് അടുത്തപ്പോൾ, മൂസ നബി അലൈഹി സ്വലാം ആ തീയോട് അടുത്തപ്പോൾ, നൂദിയ, വിളിച്ചു പറയപ്പെട്ടു, യാ മൂസ, ഹേ മൂസ, ഹേ മൂസ എന്ന് ആ തീയിന്റെ അടുത്തു നിന്നും വിളിച്ചു പറയപ്പെട്ടു. ആരാണ് ആ വിളിച്ചത്? എന്താണ് വിളിച്ചത്? ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇന്നി അന റബ്ബുക്, നിശ്ചയമായും ഞാൻ റബ്ബുക്, മൂസ നബിയെ താങ്കളുടെ റബ്ബാണ്, രക്ഷിതാവാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് നേരിട്ട് സംസാരിക്കുകയാണ്. താങ്കളുടെ ചെരുപ്പ് അഴിച്ചു വെക്കൂ മൂസ നബിയെ, എന്നക നിശ്ചയമായും താങ്കൾ ബിൽവാദിൽ മുഖദ്ദസി, തുവ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് താങ്കളുള്ളത്. എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീ സത്യത്തിൽ ഒരു തീ ആയിരുന്നില്ല, അതൊരു മരത്തിന്റെ മുകളിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി ആകർഷിക്കാൻ വേണ്ടി ഒരു വെളിച്ചം അവിടെ സൃഷ്ടിച്ചതാണ്. അങ്ങനെ മൂസ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിക്കുകയാണ്. ആ സംസാരമാണ് നിങ്ങൾ കേട്ടത്. എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് സംസാരിച്ചത്? ഇന്നി അന റബ്ബുക്, നിശ്ചയമായും മൂസ നബിയെ താങ്കളുടെ റബ്ബാണ്, രക്ഷിതാവാണ് ഞാൻ. ഫഖ്ലഅ്ന അലൈക, താങ്കളുടെ ചെരുപ്പ് അഴിച്ചു വെക്കണം. എല്ലാ തരത്തിലുള്ള നോക്കൂ നിങ്ങൾ, നാം കഅബത്തിങ്കൽ ചെന്ന് തവാഫ് ചെയ്യുമ്പോൾ അപരിശുദ്ധമാക്കപ്പെട്ട ആ കഅബ പരിസരത്ത് വെച്ച് നമ്മൾ ചെരുപ്പഴിച്ചു വെച്ചുകൊണ്ടാണല്ലോ തവാഫ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പുണ്യപ്രവർത്തനങ്ങളും ചെരുപ്പഴിച്ചു വെക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ധ്വനി. ഫഖ്ലഅ്ന അലൈക, താങ്കളുടെ ചെരുപ്പ് താങ്കൾ അഴിച്ചു വെക്കണം. കാരണം എന്നക നിശ്ചയമായും താങ്കൾ ബിൽവാദിൽ മുഖദ്ദസ്, പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് താങ്കൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. തുവൻ എന്ന് പറഞ്ഞ ഒരു താഴ്വരയിലാണ്. ആ താഴ്വരയിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് നേരിട്ട് സംസാരിക്കുന്നത്. ഞാനാണ് മൂസ നബിയെ താങ്കളുടെ റബ്ബ്, അതിനാൽ എന്നെ ശ്രവിച്ചുകൊണ്ട് താങ്കൾ മുന്നോട്ട് കാര്യങ്ങളൊക്കെ സംവിധാനിക്കണമെന്നൊക്കെയാണ് പിന്നീടുള്ള ആയത്തുകൾ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.